ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കുന്നത് പഞ്ചാബി സമൂസയുടെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും കുട്ടികളുടെ ലഞ്ച് ബോക്സ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കിടു ടേസ്റ്റുള്ള ഒരു സമൂസയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. പഞ്ചാബി സമൂസ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഞാനൊരു 2 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അജ്വൈൻ സീഡ്. പിന്നെ അയമോദകമാണ്. എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് അയമോദകം നിങ്ങൾ ചേർക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് RKG ആണ്, അതായത് നെയ്യ്. 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യും അജ്വൈൻ സീഡും എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് പഞ്ചാബി സമൂസന്റെ ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് തന്നെ കുഴച്ച് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ചപ്പാത്തിൻ്റെ പൂരിയും പോലെയല്ല, കുറച്ച് നല്ല ടൈറ്റിൽ തന്നെ നിങ്ങളിത് കുഴച്ചെടുക്കണം. ഞാൻ അങ്ങനെ ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു മാവ് പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും. അതുകൊണ്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിതിനൊന്ന് പൊതിഞ്ഞു വെക്കാം. അപ്പം നമുക്ക് പഞ്ചാബി സമൂസൻ്റെ മസാല തയ്യാറാക്കാം. ഇതിന് വേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പച്ചമല്ലി നുറുക്കിയത്. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ഉള്ളി സ്ലൈസായി അരിഞ്ഞത്. ഉള്ളി വാടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിടിയോളം മല്ലിയില. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഈ പൊടികളുടെ ഒരു കുത്ത് മാറി കിട്ടുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 3 പൊട്ടറ്റോ മാഷ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചാബി സമൂസയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പഞ്ചാബി സമൂസ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നമുക്കിത് പരത്തിയെടുക്കാം. ഇത് നമുക്ക് റൗണ്ടായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇനി കുറച്ച്
വെള്ളം ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളം തേച്ച് കൊടുക്കാം. ഈ ഒരു രൂപത്തിൽ മടക്കാം. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ട് കയ്യിലൊന്ന് വെള്ളം തടവിയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്നാക്കിൻ്റെതും ലഞ്ച് ബോക്സിൻ്റെതും മീൽസിൻ്റെയും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ എൻ്റെ ചാനലിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ മാവ് ചപ്പാത്തി പോലെ പരത്തിയിട്ട് പെട്ടിയപ്പം പോലെ കട്ട് ചെയ്തെടുത്തിട്ട് നെയ്യിലിട്ട് പൊരിക്കുകയാണെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും ഇത് കഴിക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമോസ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചാബി സമൂസ ഇവിടെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇറച്ചിപ്പത്തിൽ പൊരിക്കുന്നത് പോലെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.